ഹായ്, അപ്പേഴ്സ് ഗ്രീൻ ഗ്രൂപ്പിലോട്ട് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബീന. ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ല മൂവാറ്റുപുഴയാണ്. ഇപ്പം ഇങ്ങനെ ഒരു വോയിസ് വരാൻ വളരെ വളരെ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പോയി വോയിസ് കേൾക്കാൻ ഞാൻ ഇടവന്നു ജോമൻ സാറിൻ്റെ. അരുൺ സാറിനെയും എന്നെയും ചേട്ടായികളെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ഒന്ന് വോയിസ് വിടണമെന്ന് തോന്നി. വളരെ വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോമൻ സാറും ഞാൻ മേഡമായിട്ട് പരിചയപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല. പക്ഷേ കുറേ വർഷത്തെ പരിചയം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഡെയിലി ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. വളരെ വളരെ സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ ഈ ഗ്രൂപ്പിലുള്ള നിങ്ങൾക്കൊക്കെ കിട്ടിയ ഏറ്റവും നല്ലൊരു ലീഡറാണ് ജോമൻ സാർ എന്ന് പറയുന്നത്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. സാറിൻ്റെ ഓരോരോ മെസ്സേജുകളാണെങ്കിലും അത്രമാത്രം അർത്ഥവത്തായ മെസ്സേജുകളാണ് സാറ് ഇടാറുള്ളൂ. അപ്പം ഞാൻ ഈ കഴിഞ്ഞ 11 മാസമായിട്ട് അപ്പെക്സ് ജോയിൻ ചെയ്ത് ഞാനും നല്ലൊരു ഏണിങ് അതിനകത്ത് നിന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അപ്പെക്സി വന്ന പിന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. സ്വന്തമായിട്ട് എനിക്ക് സ്ഥലമില്ലായിരുന്നു. ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ അപ്പെക്സി കൂടിയപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അപ്പെക്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് സ്ഥലം മേടിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അതെനിക്ക് സാധിച്ചെടുത്തു. ഞാൻ 5 സെൻറ്റ് സ്ഥലം മേടിച്ചു, അതിനകത്ത് വീട് പണിതു. വീടിൻ്റെ ലാസ്റ്റ് സ്റ്റേജായി. ഇനി കൂടി വന്ന 1 മാസം കൊണ്ട് എൻ്റെ വീടിൻ്റെ പണിയെല്ലാം തീരും. അപ്പം നമ്മൾ എല്ലാവരും എന്താണ് ആഗ്രഹിച്ചേക്കണത് അത് നമുക്ക് നേടിയെടുക്കണം. ഈ അപ്പെക്സിൽ നിന്നാണ് ഈ 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട് അല്ലേ? സ്ഥലമില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നാൽ ഒരുപാട് ആൾക്കാർ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ നമ്മൾ ഈ 2025 നമുക്ക് നേടിയെടുക്കണം. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയണം. പക്ഷെ ഞാൻ ഒരുപാട് പ്രതിസന്ധിയിൽ നിന്ന ഒരാളാണ്. എനിക്കൊരു ഫാം നടത്തുന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരവസരത്തിൽ ഞാൻ അങ്ങനെ ഒത്തിരി ആൾക്കാരായിട്ട് പരിചയപ്പെടാനുള്ള അവസരം എനിക്കില്ല. ഞാൻ എൻ്റെ ഫാം, എൻ്റെ വീട്, ഫാമിൽ നിന്ന് പോയ വീട്, വീട്ടിൽ നിന്ന് വന്ന ഫാം, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ അപ്പെക്സ് ടോക്കൺ എന്ന് പറഞ്ഞ ഈ പ്രൊജക്റ്റ് വന്നത് പിന്നെ എനിക്കിപ്പം ഒരു 150 മേളിൽ കൂട്ടുകാരാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്. ഒരു ദിവസം മെസ്സേജ് കണ്ടില്ലെങ്കിൽ അന്നേ തന്നെ ഫോൺ വിളിക്കും. എന്ത് പറ്റി മാഡം, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ചോദിക്കണം. പക്ഷെ അത്രമാത്രം കൂട്ടായി. അതൊക്കെ ഏതെല്ലാം രാജ്യത്ത് കിടക്കുന്ന ആൾക്കാരാണെന്ന് വേണം ഓർക്കാൻ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ ഭയങ്കര വളരെ വളരെ സന്തോഷം എനിക്ക് തോന്നാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ അല്ലേ നമ്മളൊരു എന്താ പറയണ്ടേ, ഒരു കൂടപ്പറപ്പ് പോലെ ആയില്ലേ. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ ഈ ജോമൻ സാറായിട്ട് കുറച്ച് നാളായിട്ടുള്ളതിലും എൻ്റെ വീട്ടിലൊരു അംഗം പോലെയായി. എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചേട്ടാ എന്നോട് വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എപ്പോഴും നിൻ്റെ ഫോൺ ബിസി ആണല്ലോ ബീനെ. നേരത്തെ ഒന്നും ഒരാൾ പോലും വിളിക്കാനില്ലായിരുന്നു. ശരിയാണ്, ബിസിനസ് കാര്യം മാത്രം പറഞ്ഞ് വിളിക്കുന്ന വ്യക്തികളായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ബിസിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വിശേഷങ്ങൾ പറയുക, നമ്മുടെ അപ്പെക്സിന് കിട്ടിയ ചെറിയ വരുമാനം കൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ മേടിച്ചത് അത് വിളിച്ച് പറയുക. അതൊക്കെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് വളരെ വളരെ സന്തോഷമുണ്ടല്ലേ. എനിക്ക് ഇതുപോലെ തന്നെയായിരുന്നു. ഭയങ്കര വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് 1 രൂപ പോലും ഇല്ലാണ്ട് സ്വന്തമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് സ്ഥലം മേടിക്കണമെന്നല്ല. ഞാൻ ഒരു 3 സെൻറ്റ് സ്ഥലം ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് ദൈവം എനിക്ക് 5 സെൻറ്റ് സ്ഥലം കൊണ്ടു തന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയ വീടും ഞാൻ വെച്ചു. എന്നായാലും ലാസ്റ്റ് സ്റ്റേജായി. അതുവരെ തമ്പുരാൻ വലിയ കടമൊന്നും ഇല്ലാണ്ട്, അതും ഈ അപ്പെക്സിന് കിട്ടിയ വരുമാനം കൊണ്ട് മാത്രം ഞാൻ എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു. ഇനി കുറച്ച് പണി കൂടി ഉള്ളൂ, കൂടി വന്നാൽ 2 മാസം കൂടെ. അപ്പം അത് നമ്മൾ ഈ ഗ്രൂപ്പിൽ എല്ലാവരും പരിശ്രമിക്കണം. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ഈ 2025 നേടിയെടുക്കണം. നിങ്ങളുടെ ഓരോരോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും അല്ലേ. എല്ലാവർക്കും ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യനില്ല. നമ്മളൊക്കെ ഞാനൊക്കെ ഒരുപാട് പൈസകൾ ഓരോരോ സൈറ്റിൽ കൂടെ കൊണ്ടുപോയി കളഞ്ഞ ആൾ. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ഞാൻ അന്ന് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്ന 12,000 രൂപയായിരുന്നു. മാസം 12,000 രൂപ കിട്ടിക്കഴിയുമ്പോൾ 5,000 6,000 രൂപ വാടക കൊടുത്തു കഴിയുമ്പോൾ ബാലൻസ് വരും. പിന്നെ എനിക്ക് 2 കുട്ടികളാണ്. പക്ഷേ ഈ പിള്ളേർക്ക് എന്നും അസുഖമായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് നമുക്ക് മെഡിസിന് പോയിട്ടുണ്ടെങ്കിൽ 2,000 രൂപ 3,000 രൂപ അങ്ങനെ ഓരോരോ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയ സമയത്താണ് എൻ്റെ മുൻപിലോട്ട് നാസർ സാറ് ഈ അപ്പെക്സ് ടോക്കൺ കൊണ്ടു തരുന്നത്. അതിന് നാസർ സാറിനോട് ജൂബി മാഡത്തിന് വളരെ വളരെ നന്ദി എനിക്കും എൻ്റെ കുടുംബത്തിനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന് എനിക്ക് ഈ അപ്പെക്സ് ടോക്കൺ കൊണ്ടു തന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും
നന്നായിട്ട് ഒരു വീട് പണിയാൻ എനിക്ക് പറ്റിയത്. ഇപ്പോൾ എവിടെയെങ്കിലും കടകളിൽ പോയിട്ടുണ്ടെങ്കിലും വീടിൻ്റെ ഓരോരോ സാധനം മേടിക്കാൻ പോകുമ്പോഴാണെങ്കിലും ഞാൻ നേരത്തെയൊക്കെ ഞാൻ വില ചോദിക്കുന്നത്, എന്ത് സാധനം മേടിക്കാൻ പോയാലും വില ചോദിച്ചിട്ട് ഏറ്റവും വില കുറഞ്ഞ സാധനമായിരുന്നു ഞാൻ അന്ന് മേടിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ എവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും വില കൂടിയ സാധനം ഏതാണോ അതാണ് ഞാൻ മേടിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണെങ്കിലും ഞാൻ ഞങ്ങളുടെ കിച്ചൺ കബോർഡിൻ്റെ ഇത് ഒരു സാധനം മേടിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ഞാൻ ചേട്ടൻ അപ്പെക്സ് കയ്യിലുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള സാധനം, കടയിൽ ഏറ്റവും വില കൂടിയ സാധനം മേടിക്കണം. ഇതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാൻ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഈ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാലറി നമ്മുടെ ഒരു കാര്യം നടക്കില്ലായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഇരട്ടിയായിട്ട് നമുക്ക് ഡെയിലി ഒരു വരുമാന മാർഗ്ഗമാണ് ഈ അപ്പെക്സ് സ്റ്റോക്ക് നമുക്ക് കൊണ്ടു തന്നേക്കുന്നത്. അപ്പം മാക്സിമം എല്ലാവരും ഇത് പ്രൊമോഷൻ ചെയ്യുക, അതുപോലെ തന്നെ നല്ല ഏണിംഗ് ഉണ്ടാക്കുക. ഈ 2025 നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. ഒരുപാട് പൈസ സാമ്പത്തിക പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. നമുക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ നമ്മളെല്ലാവരുടെ അടുത്തും താന്ന് കിടക്കും. നമുക്ക് ഒരു കൂട്ടുകാരുടെ അടുത്ത് നമുക്കൊരു വിലയില്ല, വീട്ടുകാരുടെ അടുത്ത് വിലയില്ല, നമ്മൾ ആരുടെ അടുത്ത് നമുക്കൊരു വിലയില്ല. കാരണം എന്താണെന്ന് അറിയാം, നമുക്ക് സാമ്പത്തികമില്ല. എല്ലാത്തിനും മുൻപേ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആളും പേരും ഉള്ളൂ. ഞാൻ അനുഭവിച്ച ആളാണ്, ഒരുപാട് പ്രതിസന്ധി കൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്, മാക്സിമം നമ്മുടെ അപ്പെക്സ് സ്റ്റോക്കിനായിട്ട് മുമ്പോട്ട് പോവുക. നമ്മുടെ ഓരോരോ സംശയങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി തരാനാണെങ്കിൽ അരുൺ സാറിൻ്റെ ഒക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഞാൻ ഈ വീഡിയോസൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കും. സാറിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ സാറ് സ്ക്രീൻ ഷെയർ ചെയ്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. പേനയും പെൻസിലെടുത്ത് നമുക്ക് അറിയാവുന്നവർക്ക് നമുക്ക് എഴുതിയെടുത്ത് നമുക്കത് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ സാറിൻ്റെ ക്ലാസ്, അതുപോലെ തന്നെ ജോമൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിലും അതെ, സാർ ഓരോ മെസ്സേജുകളും നമുക്ക് തരുന്നത് അത്രമാത്രം നല്ല നല്ല മെസ്സേജുകളാണ് തരുന്നത്. അപ്പം എന്നെയും എൻ്റെ ഫാമിലിനെയും ഈ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്ത ജോമൻ സാറിനും പിന്നെ വൈഫിനും ഒരുപാട് നന്ദിയുണ്ട്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഞങ്ങളെ ആഡ് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ വളരെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കാണാനും നിങ്ങൾ ഈ ഗ്രൂപ്പിലോട്ട് കയറി വരാനും ഒരു അവസരം തന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവരും അപ്പെക്സ് സ്റ്റോക്കിനായിട്ട് മുമ്പോട്ട് പോകാൻ ബിസിനസ് പിടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഗ്രാം നമ്മുടെ മൈസൂർ വെച്ച് നമുക്ക് എല്ലാവർക്കും കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.